വെൽക്കം ടു മാസ്റ്റർമൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് എടുക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്. എക്കണോമിക്സിൽ പ്രധാനപ്പെട്ട എന്താണ് എക്കണോമിക്സ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. പീപ്പിൾ ലിവിങ് ഇൻ എ സൊസൈറ്റി റിക്വയർസ് എ വെറൈറ്റി ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് നീഡ്സ്. മെയിൻലി എന്താണ് ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫോർ ദർ ഡെയിലി നീഡ്സ്, നിത്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, വസ്ത്രം, പാർപ്പിടം, അതുപോലെ തന്നെ ഭക്ഷണം. ഈ 3 കാര്യങ്ങളില്ലാതെ നമുക്ക് എന്തില്ല, ഒരു ജനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് നമുക്ക് എന്തില്ല, ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏത് സമ്പന്നരായാലും പാവപ്പെട്ടവരായാലും എന്തില്ല, നമുക്ക് കഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ പറയുന്ന പോയിന്റ് എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ജീവിക്കാനുള്ള കാര്യം പറഞ്ഞു, ഇനി അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത്? ഒരു 2-3-4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വരുന്നത്. ഒന്നെന്താണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസെപ്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ? ഒരു സാധനം ഉണ്ടാക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിച്ചെങ്കിലേ നമുക്ക് എന്തേ ഉള്ളൂ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ വരുന്നത് എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ച് പറയുന്നത് എന്താണ്? ഓരോ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഓരോ രാജ്യത്ത് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്ഷനാണ് നടക്കുന്നത്. കാരണം അവിടെയുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും, ഇവിടെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ അവിടെ കിട്ടാൻ പ്രയാസമായിരിക്കും. ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ചിന്തിച്ചാൽ മതി. നമുക്ക് തമിഴ്നാട്ടിൽ കൃഷി എന്താണ്, അഗ്രികൾച്ചർ ഒരുപാടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലോട്ട് എന്താണ്, അഗ്രികൾച്ചർ വളരെ കുറവാണ് അവർ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മളത് എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ട് നമ്മൾ സാധനങ്ങളും സേവനങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള കടകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ പറഞ്ഞ മറ്റൊരു കൺസെപ്റ്റ് എന്താണ്? പണത്തിന് തുല്യമായിട്ടൊരു സാധനം കൊടുക്കുന്നു. അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. സംതിങ് വാല്യൂ ഓഫ് മണി ഇൻ ഗിവിങ് ഫോർ മണി. അതായത് പണത്തിന് തുല്യമായിട്ട് സംഭവം കൊടുക്കുന്നതാണ് ബാർട്ടർ സിസ്റ്റം. ഇപ്പം നിലവിൽ എന്തില്ല, നമ്മുടെ രാജ്യത്തെ ബാർട്ടർ സിസ്റ്റം വളരെ കുറവാണ്. പണ്ടത്തെ കാലത്ത് പണം ഇറങ്ങുന്ന മുമ്പ് എന്തായിരുന്നു, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. നമ്മുടെ ഒരു പറയുന്ന പ്രധാന പോയിന്റ് എന്താണ്? സെൻട്രൽ പ്രോബ്ലംസ് ആണ്. ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ സെൻട്രൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? അതാണ് നമ്മൾ പറയുന്നത്. ഏതൊരു വ്യക്തിക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം തീർക്കണമെങ്കിൽ എന്താണ്? സെൻട്രൽ പ്രോബ്ലംസുകൾ ഉണ്ടാവും. ഒന്നാമത്തെ പ്രോബ്ലംസ് എന്താണ്? അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്. ജനങ്ങൾക്ക് ഒരുപാട് ഡിസേർസുകളുണ്ട്, പക്ഷെ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ ലിമിറ്റഡ് ആണ്. ജനങ്ങൾക്ക് വേണ്ട റിസോഴ്സുകൾ ഒരുപാടുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എല്ലാം തന്നെ സൊസൈറ്റിക്ക് തരാൻ കഴിയുകയില്ല. അതാണ് അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് ആണ്, പക്ഷെ ലിമിറ്റഡ് റിസോഴ്സുകളാണ് സൊസൈറ്റിയിലുള്ളത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. സ്കാർസിറ്റി ഓഫ് റിസോഴ്സ് എന്താണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രധാനപ്പെട്ടും നമുക്ക് എന്താണ്, റിസോഴ്സ് കുറവായതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ട എന്താണ്, നമുക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ പ്രയാസമാണ്. കാരണം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയല്ല പണത്തിലും മറ്റുള്ള ഇതിലൊക്കെ എന്താണ്, നമ്മൾ പറഞ്ഞ ഫുഡ്, ഷെൽട്ടർ, അതുപോലെ തന്നെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ എന്താണ് മണിയിലൊക്കെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ പറയുന്നത് എക്കണോമിക്കിനെ കുറിച്ചിട്ടാണ്. എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? ചുരുക്കത്തിൽ എക്കണോമിക് എന്താണ്? സോഷ്യൽ സയൻസ് ആണ്, സമൂഹത്തിലുള്ള സയൻസ് ആണ്. നമ്മുടെ സമൂഹം എന്താണ്? സയൻസ് ടെക്നോളജിയാണ്. അപ്പോൾ സയൻസ് ആയിട്ട് നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നത് എന്താണ്? എക്കണോമിക്സിലൂടെയാണ്. മെയിനായിട്ട് സാമ്പത്തികമല്ല, നമുക്കൊന്നും തന്നെ എന്തില്ല, വാല്യൂ ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് പണമില്ലെങ്കിൽ എന്തില്ല, വാല്യൂ ഇല്ല. അപ്പം മെയിൻ സ്റ്റഡീസ് എക്കണോമിക് മാറ്റർ ഇൻവോൾവ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ പഠിക്കുന്നത് എന്താണ്? എക്കണോമിക് മാറ്റർ ഓഫ് സോഷ്യൽ സയൻസ്. പിന്നെ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ചൂസ് ടു യൂസ് ദ സ്കാർസ് ഓഫ് റിസോഴ്സ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ. ഓരോ വ്യക്തിയുടെയും അവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവിടെ ലിമിറ്റഡ് വാണ്ട്സുകളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അൺലിമിറ്റഡ് വാണ്ട്സ് ഉണ്ട്. പക്ഷേ അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ്, സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയിട്ട് വേണം. പണമുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങാം. പക്ഷെ എല്ലാവർക്കും അതെന്തില്ല, പറ്റണമെന്നില്ല. അതെന്താണ്, അതാണ് അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് ആണ്. പക്ഷെ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്താണ്, വളരെ കുറവായിരിക്കും ജനങ്ങൾ. പിന്നെ പറയുന്നത് എന്താണ്, മൂന്നാമത്തെ ടു എക്സാം ദ ചോയ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗവൺമെൻറ്. അത് ആരൊക്കെയാണ് എക്സാമിൻ ചെയ്യുന്നത്? ഒന്ന് നമ്മൾ ഇൻഡിവിജ്വൽ, പിന്നെ പറയുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. നമുക്ക് എന്തൊക്കെ തരണം, എന്തൊക്കെയാണ് നമുക്ക്. ഏറ്റവും ഉദാഹരണം എന്താണ്? റേഷൻ ഷോപ്പ്. അവിടെ നമുക്ക് എപ്പോഴും എല്ലാ സാധനവും നമുക്ക് ഒരുമിച്ച് കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. ഗവൺമെൻറ് തരുന്നതാണ്. ഇത് ഇൻഡിവിജ്വൽ നമ്മുടേതായിട്ട് തീരുമാനങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇൻഡിവിജ്വലും ഗവൺമെൻറ്റിലെ വ്യത്യാസം. പിന്നെ എക്കണോമിക്സ് എന്താ ഡീൽ ചെയ്യുന്നത്? മെയിൻലി എക്കണോമിക് ഡിസിഷൻ മേക്കിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ് ലിവിങ് എ സൊസൈറ്റി. ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ എക്കണോമിക്കായിട്ട് ഡിസിഷൻ വേണം. എന്തൊക്കെയാണ്? പണം വേണം, ഫുഡ് വേണം, കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഡീൽ ചെയ്യുമ്പോഴാണ് ഒരു സൊസൈറ്റിയിൽ എന്തോന്നു, എക്കണോമിക്ക് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്, മെയിൻലി എന്താണ് ഒറിജിൻ ഓഫ് എക്കണോമി? എക്കണോമി എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്?
അതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്കഷൻ പറഞ്ഞത്. ഗ്രീക്ക് വേർഡായിട്ടുള്ള ഓയിക്കണോമിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്നാണ് വേർഡിൽ നിന്നാണ് എക്കോണമി എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? ഓയിക്കണോമി എന്ന് പറഞ്ഞാൽ മീനിങ് ഹോം മാനേജ്മെൻ്റ് ആണ്. ഒരു മാനേജ്മെൻറ്റ്, വീടിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയും. അത് സമൂഹത്തിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ എക്കണോമിക്സ് എന്തെന്ന് പറയുന്നത്. വേർഡ് എക്കണോമിക്സ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ആദം സ്മിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് എക്കണോമിക്സിൻ്റെ ഫാദർ. ഓരോ സംഭവത്തിനും ഓരോ പിതാവുകളുണ്ടല്ലോ. അപ്പോൾ എക്കണോമിക്സിൻ്റെ പിതാവ് ആരാണ്? ആദം സ്മിത്താണ്. അപ്പോൾ ആദം സ്മിത്ത് 1776 വെൽത്ത് ഓഫ് നാഷൻ എന്ത് ചെയ്യുന്നു, ഒരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൽ അദ്ദേഹം ഒരുപാട് എക്കണോമിക്സിനെ കുറിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് സബ്ജക്റ്റ് മാറ്റർ, അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ മെയിനായിട്ട്. ഒന്നാമത്തെ പറയുന്നത് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ആൾ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ വാണ്ട്സ്, റിസോഴ്സ് അലോക്കേഷൻ. എന്താണ് നമ്മൾ പറയുന്നത്? ആ സെൻട്രൽ പ്രോബ്ലംസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടെ ഹ്യൂമൻ വാണ്ട്സ് ഉണ്ടാവും. റിസോഴ്സ് അലോക്കേഷൻ ഫോർ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. ഓരോ വ്യക്തികൾക്കും അതായത് മനസ്സിൽ സംതൃപ്തിയോട് കൂടി വാങ്ങണമെങ്കിൽ അവരുടെ കയ്യിൽ പണം വേണം. അത് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്നുണ്ടാവില്ല. കാരണം എന്താ? അതിന് വെൽത്ത് വേണം, സമൂഹത്തിൽ പ്രൊഡക്ഷൻ നടക്കണം, കൺസപ്ഷൻ നടക്കണം, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഗുഡ്സ്, സാധനങ്ങളും സേവനങ്ങളൊക്കെ എന്ത് ചെയ്യണം, അങ്ങോട്ടും കൈമാറ്റം ചെയ്യണം. എങ്കിലും അവർക്ക് എന്തേ ഉള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അതാണ് പറയുന്നത്. പിന്നെ എക്കണോമിക്സിൽ മേജർ ഫാക്ടേഴ്സ് എന്താണ്? എക്കണോമിക്സിൽ പ്രധാനപ്പെട്ട പറയുന്ന മേജർ ഫാക്ടേഴ്സ് എന്താണ്? ലാൻഡ്, ലേബർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ. ലാൻഡ് ഭൂമി, അതുപോലെ തന്നെ തൊഴിലാളി മൂലധനം, അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യാനുള്ള ഓൺട്രപ്രണേഴ്സുകളും. ഇത് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ എന്തുള്ളൂ, അവിടെ കാര്യമായിട്ട് നടക്കുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എക്കണോമിക്സിൻ്റെ ഫാദറാണ് ആഡം സ്മിത്ത്. ഈ ആഡം സ്മിത്ത് നമ്മൾ നേരത്തെ വെൽത്ത് ഓഫ് നാഷൻ പറഞ്ഞതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ. ആ വെൽത്ത് ഓഫ് നാഷൻ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ എക്കണോമിക് സ്റ്റഡി ഇൻ ടേംസ് ഓഫ് വെൽത്ത് ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിൻ്റെ വെൽത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.